ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT പുതിയ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൽ നിന്നുള്ള 1ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് മുതൽ നമ്മൾ പഠിക്കുന്നത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണ്. ഈ ഭാഗമൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SCERT നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ A to Z കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ പാഠപുസ്തകം വായിക്കുന്ന അതേ ഫീൽ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കുന്നതിലൂടെ കിട്ടും. നമ്മൾ ജോലി തിരക്കിനിടയിലായാലും എവിടെയെങ്കിലും യാത്ര പോകുന്നതിനിടയായാലും ഒക്കെ നമുക്ക് ഇയർഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കലാപമാണ് സന്യാസിമാരും പോരാളികളായപ്പോൾ. അപ്പോൾ നമ്മൾ സന്യാസി ലഹള, ഫക്കീർ ലഹള എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സന്യാസി ലഹള അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സന്യാസിമാരും പോരാളികളായപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? 1773 ഒരു വേനൽക്കാലം. അപ്പോൾ ഇയർ ശ്രദ്ധിക്കുക, 1773 ഒരു വേനൽക്കാലം. ആ സമയത്ത് എന്ത് ചെയ്തു? ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം, അപ്പോൾ ബംഗാളിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് പദചിഹ്നം. അപ്പോൾ ഈ ബംഗാളിലെ പദചിഹ്നം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു. അപ്പോൾ മഴയില്ലാതിരുന്ന് മഴ പെയ്തപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി, ആശ്വാസമായി, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടും സർക്കാർ എന്ത് ചെയ്തു? അവരുടെ നികുതി തുടർന്നു കൊണ്ടേയിരുന്നു, നികുതി പിരിവ് നിർത്തിയില്ല. വിള ഉണങ്ങിപ്പോയി. നമ്മൾ പറഞ്ഞു വിള ഉണങ്ങി. മഴ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ശക്തമായ വെയിലായി അത് വിളയൊക്കെ ഉണങ്ങിപ്പോയി. ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. അപ്പോൾ ആ സമയത്തും എന്താണ്? കുടിശ്ശികയടക്കമുള്ള നികുതി പിരിക്കാനായി കർഷകരുടെ അടുത്തോട്ട് സർക്കാർ ഓടി വന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. അപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ വളരെ ദയനീയമായി മാറി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിൻ്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ശരിക്കും ആ 1773 കാലഘട്ടത്തിൽ ബംഗാളിലെ അവസ്ഥ നമുക്ക് മനസ്സിലൊരു ചിത്രം പോലെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം അവർ അനുഭവിച്ചിരിക്കണം അല്ലേ? അപ്പോൾ ജനങ്ങളുടെ കഷ്ടപ്പാടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്തു തിന്നുകയായി. അപ്പോൾ ഗ്രാമീണർ എന്ത് ചെയ്തു? പുല്ലും ഇലയും കിഴങ്ങും ഒക്കെ പറിച്ചെടുത്ത് തിന്നു. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. വിശപ്പ് വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്നു ചീഞ്ഞ് നാറി. അപ്പോൾ ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നമ്മുടെ DC ബുക്സിൻ്റെ 7ാം പതിപ്പിലാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് പറയുന്നത്.
ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം ഏത് ഭാഷയിൽ എഴുതിയതാണ്? ബംഗാളി ഭാഷയിൽ എഴുതിയ കൃതിയാണ്. അതൊരു നോവലാണ്. ഈ നോവലിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നും അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചും ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്നും ചർച്ച ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ദേ മാതരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവലിലാണ്. ഇതെന്നാ എഴുതിയത്? 1882 അദ്ദേഹം ആനന്ദമഠം എന്ന ഈ ഒരു നോവൽ എഴുതുന്നത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത PSC ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആനന്ദമഠം എന്ന കൃതിയിൽ ഈ ദേശീയ ഗീതം ആലപിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരെന്ത്? ആരാത് ആലപിക്കുന്നത്? ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അപ്പോൾ ബംഗാളിൽ ക്ഷാമമുണ്ടായി. ആ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരുവിധ ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ദരിദ്രരായ കർഷകരും തൊഴിലാളികളും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മാത്രമല്ല, ആര് കൂടി വന്നു രംഗത്തേക്ക്? സന്യാസിമാർ കൂടി പിന്തുണയുമായി മുന്നോട്ട് വന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ 1773 ആരംഭിച്ച ഈ കലാപം എന്ത് പേരിൽ അറിയപ്പെട്ടു? സന്യാസി കലാപം എന്ന് അറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അപ്പോൾ സന്യാസിമാർക്കൊപ്പം ആരാ? ഫക്കീർമാരും എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിൽ പങ്കുചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. അപ്പോൾ 1773 കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സന്യാസി ഫക്കീർ കലാപം. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഇതും ചോദിക്കാം. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? ആരൊക്കെയാ? ഒന്നാമത്തെ ആള് ഭവാനി പഥക്, രണ്ടാമത്തത് ആരാണ്? മജ്നു ഷാ എന്നിവരാണ് ഈ പറഞ്ഞ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഭവാനി പഥക്കും മജ്നു ഷായും. കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? കൃഷിയിൽ നിന്നിപ്പോൾ കലാപത്തിലോട്ട് മാറിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപം ഏത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതാണ്? നീലം കർഷക കലാപമാണ്. അത് നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് നീലം കർഷക കലാപം നടക്കുന്നത്. 1859 നീലം കർഷക കലാപം നടക്കുന്നത്. ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്നാണ് അടുത്ത് പറയുന്നത്. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കാവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഇപ്പോൾ ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ എന്ത് ചെയ്തു? ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കാവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അപ്പോൾ കർഷകർക്ക് എപ്പോഴും എന്താണ്? അവർ ഭക്ഷ്യ ആവശ്യത്തിനുള്ള വകകൾ കൃഷി ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരെ അതൊന്നും പറ്റത്തില്ല. അവരെന്ത് നിർബന്ധിച്ചു? ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കാവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ ആരെ നിർബന്ധിച്ചു? ഈ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ അമരിച്ചെടിയിൽ നിന്ന് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നീലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ നീലം വിൽക്കാൻ ആർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. അപ്പോൾ ഈ നീലം ഇവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചു. ഇവർക്ക് കൊടുത്തിരുന്നതോ തുച്ഛമായ കൂലി, അതായത് കമ്പോള വിലയേക്കാൾ കുറഞ്ഞ കൂലിയാണ് ആര്? ബ്രിട്ടീഷുകാർ ഈ കർഷകർക്ക് നൽകിയിരുന്നത്.
കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഭക്ഷ്യക്ഷാമം, ചൂഷണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവരോട് കൃഷി ഫാക്ടറി ഗ്രാമത്തിലെ ഫാക്ടറിക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ പറഞ്ഞു. അമരിച്ചെടി ഇവർ കൃഷി ചെയ്തു. ഇങ്ങനെ കൃഷി ചെയ്തപ്പോൾ കൃത്രിമ ചായം നിർമ്മിക്കുക അത് കണ്ടുപിടിച്ചു. കൃത്രിമ ചായത്തിൻ്റെ വരവോടുകൂടി ഇവരുടെ അമരിച്ചെടിക്ക് പ്രാധാന്യമില്ലാതായി ആയി. അതായത് ഇത് കൃത്രിമ ചായം കണ്ടെത്തിയത് എന്ത് ചെയ്തു? നീലത്തിൻ്റെ ആവശ്യകത കുറച്ചു. അങ്ങനെ നീലത്തിൻ്റെ ആവശ്യം കുറഞ്ഞപ്പോൾ കർഷകർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. ഇവർക്ക് വേറെ ഒരു വഴികളും ഇല്ല. അവർക്ക് ദാരിദ്ര്യം, അതുപോലെ പട്ടിണി, ഇതൊക്കെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. ദിഗംബർ ബിശ്വാസിൻ്റെയും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പം നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാ? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. അപ്പം രണ്ട് വിശ്വാസന്മാരാണ്. ആരൊക്കെയാണ്? ദിഗംബറും വിഷ്ണുവും. ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ്, ഇവരാണ് എന്ത് ചെയ്തത്? നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിൽ ഉടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. അപ്പോൾ ബംഗാളിൽ മൊത്തത്തിൽ എന്ത് ചെയ്തു? ഈ ഒരു കലാപം പടർന്നു പിടിച്ചു. ഇതേ തുടർന്ന് കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നീലം കച്ചവടം ചെയ്യുന്ന ആ ഫാക്ടറികൾ എന്ത് ചെയ്തു? ഇവർ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ കർഷകരെല്ലാവരും കൂടി ഫാക്ടറി ആക്രമിച്ചപ്പോൾ അവസാനം ഗത്യന്തരമില്ലാതെ ഈ തോട്ടക്കാരെന്ത് ചെയ്തു? ഫാക്ടറികൾ അടച്ചുപൂട്ടിയതോടുകൂടി ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. അടുത്ത് നോക്കാം. കാടുണർന്നപ്പോൾ ഒരു ഹെഡിങ്ങോടുകൂടി തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുര വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തൻ്റെ മഴ കൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. അപ്പം എന്താണ്? സാന്താളന്മാരുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ഇപ്പം ബിപിൻ ചന്ദ്ര എഴുതിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ഒരു കൃതിയിലെ കുറച്ച് ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? അപ്പോൾ സാന്താൾമാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനും നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. എന്താണ്? 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ഇവർ. അപ്പോൾ ഈ സാന്താളന്മാർ എന്ന് പറയുന്നത് എന്താണ്? 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക്, ബംഗാളിലെ ഒരു രാജ്മഹൽ കുന്നെന്ന് പറയുന്ന അവിടേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താളുകൾ എന്ന് പറയുന്നത്. ഭൂ ഉടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്ക് സംഭവിച്ചത് വേറൊന്നുമല്ല, ഭൂ ഉടമകൾ അന്യായമായിട്ട് എന്ത് ചെയ്തു? കരം പിരിച്ചു. ഇഷ്ടം പോലെ ഇവരെ നികുതി പിരിച്ചെടുത്തുകൊണ്ട് പോയി. കൊള്ളപ്പലിശക്കാർ എന്ത് ചെയ്തു? നിരന്തരമായി കടം നൽകി. അപ്പോൾ ഇവർക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ പലിശയ്ക്ക് പൈസ കൊടുക്കും. പക്ഷെ തിരിച്ചു കൊടുക്കാനില്ലാതാവുമ്പം അവരെന്ത് ചെയ്യും? അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു.
ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം ആരാ? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു ഇതെല്ലാം നടന്നത്. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഭൂമിയുമായുള്ള ഈ ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവരുടെ ഒരേ ഒരു ഉദ്ദേശം എന്ത് മാത്രമാണ്? നികുതി വരുമാനം വർദ്ധിപ്പിക്കുക. ബ്രിട്ടീഷുകാരുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപാധികൾ മാത്രമായിരുന്നു ഇവയെല്ലാം. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടം തുടങ്ങി. അപ്പോൾ 1855 സാന്താൾ കലാപം നടക്കുന്നത്. 1855. അപ്പോൾ എന്തിനാണ്? തങ്ങൾക്ക് നേരിട്ട അനീതികൾക്കെതിരെ, അതായത് ഈ നികുതി പിരിവ്, കൊള്ളപ്പലിശക്കാരുടെ ആ ഒരു പലിശ കടം കൊടുക്കൽ, അതിനെതിരെ അവർ ധാന്യങ്ങളും മറ്റും കൊടുക്കേണ്ടി വരിക, ഇതൊക്കെ എന്ത് ചെയ്തു? സാന്താൾമാർക്ക് അല്ലെങ്കിൽ ഈ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കുന്നതിന് കാരണമായി. അങ്ങനെ 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിദ്ധോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പോൾ ഈ കലാപങ്ങൾക്ക്, സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാൻഹുവായിരുന്നു. അപ്പോൾ ഇവിടെ സിദ്ധോവാണ്, സിദ്ധോവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. സിദ്ധോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. പുതിയ പുസ്തകത്തിൽ SCERTയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സിദ്ധുവും കാൻഹുവും ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിദ്ധുവിൻ്റെയും അല്ലെങ്കിൽ സിദ്ധോവിൻ്റെയും കാൻഹുവിൻ്റെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. അപ്പോൾ സാന്താൾ കലാപത്തെ അടിച്ചമർത്തി, പക്ഷേ എന്ത് ചെയ്തു? ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. കാരണം എന്ന് വെച്ചാൽ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ മരണം വരെ സാന്താൾമാർ പോരാടി. അടുത്ത് നമ്മൾ പറയുന്നത് ഉൽഗുലാൻ. എന്താണ് ഉൽഗുലാൻ? സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. നമ്മൾ ഗുലാൻ എന്നൊക്കെ പറയും പോലെ ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മുണ്ട കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപം ഏത്, അല്ലെങ്കിൽ ഗോത്രവർഗ കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉൽഗുലാനാണ്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഉൽഗുലാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം. ഇതാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഈ കാണുന്ന വ്യക്തിയാണ് ബിർസ മുണ്ട. ഇദ്ദേഹമാണ് ബിർസ മുണ്ട. ഈ ബിർസ മുണ്ടയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ഗോത്ര വിഭാഗത്തിലെ ആളാണ് ബിർസ മുണ്ട എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ മുണ്ട കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. മുണ്ട കലാപം എന്ന് പറഞ്ഞാൽ അതിന് എന്താണ്? ഉൽഗുലാൻ എന്ന് കൂടി അർത്ഥം. വലിയ കോലാഹലം, വലിയ കലാപം എന്നൊക്കെ അർത്ഥമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിലാണ് ഈ മുണ്ട കലാപം നടക്കുന്നത്. പിന്നെന്താണ്? ബിർസ മുണ്ടയാണ് മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് ഈ ബിർസ മുണ്ട. അപ്പോൾ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗത്തിനിടയിൽ നടന്ന യുദ്ധമാണ് മുണ്ട കലാപം. ഇനി ബിർസ മുണ്ടയെക്കുറിച്ച് ഇവിടെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിവസ്
അല്ലെങ്കിൽ ദിനം ആയി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. 2021 മുതലാണ് 2021 മുതൽ ഇന്ത്യയിൽ ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 എന്തായിട്ട് ജൻജാതീയ ഗൗരവ് ദിവസ്, ജൻജാതീയ ഗൗരവ് ദിവസമായിട്ട് ഗോത്ര അഭിമാന ദിനം എന്നുകൂടി പറയും. ഗോത്ര അഭിമാന ദിനമായി 2021 മുതൽ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം, ജൻജാതീയ ഗൗരവ് ദിവസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൻജാതീയ ഗൗരവ് ദിവസ് എന്ന് പറയുന്നത് നവംബർ 15-നാണ്. അത് ബിർസ മുണ്ടയുടെ ജന്മദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനം. ഇത് ആചരിക്കുന്നത് 2021 മുതലാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. അങ്ങനെയും കൂടി ഒരു സവിശേഷതയുണ്ട് അദ്ദേഹത്തിന്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ആര്? ബിർസ മുണ്ട എന്ന് പറയുന്നത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏത് കൃതിയാ? ഗാന്ധി സേ പഹലെ ഗാന്ധി. ഗാന്ധി സേ പഹലെ ഗാന്ധി എന്ന് പറയുന്ന ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ആര് രചിച്ചതാണ്? ഇക്ബാൽ ദുറാനിയാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. കാടിലെ അധികാരികൾ എന്നുള്ള ആ ഒരു പേര്, ആരണ്യർ അധികാർ. അപ്പോൾ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മഹാശ്വേതാദേവിയാണ് ആരണ്യർ അധികാർ എന്ന കൃതി രചിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ മുണ്ട കലാപത്തിൻ്റെ കാരണങ്ങളെയാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. മുണ്ട കലാപത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാമത്തേത് ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലുമാണ് മുണ്ട കലാപത്തിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടെന്താണ്? പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പണമിടപാടുകാർ, വ്യാപാരികൾ, ബ്രിട്ടീഷുകാർ ഇവരെല്ലാവരും ആരെ ചൂഷണം ചെയ്തു? ഈ മുണ്ടാസിനെ ചൂഷണം ചെയ്തു. അതാണ് ഈ ഒരു കലാപം ഉണ്ടാകുന്നതിന് കാരണമായത്. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. അപ്പോൾ മുണ്ട കലാപം ശരിക്കും നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് 1899 മുണ്ട കലാപം നടക്കുന്നത്. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങി? സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അപ്പോൾ ബ്രിട്ടീഷ് പോലീസുമായി ഇവരെന്ത് ചെയ്തു? പല സ്ഥലത്തും വെച്ച് ഏറ്റുമുട്ടി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി എന്ന് നമുക്കറിയാം. ഈ റാഞ്ചിയിൽ വെച്ച് നടന്ന വെടിവയ്പിൽ എന്ത് ചെയ്തു? ഒരുപാട് മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. അപ്പോൾ ഈ കലാപത്തെ ആരടിച്ചമർത്തി? ബ്രിട്ടീഷുകാർ കലാപത്തി. കാരണം നേതാക്കന്മാരെ എല്ലാവരെയും പിടിച്ചെടുത്തു, അവരൊക്കെ ജയിലിലായി, അവിടെ കിടന്ന് മരണപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കലാപത്തെ ബ്രിട്ടീഷുകാർക്ക് അടിച്ചമർത്താൻ സാധിച്ചു. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കുറിച്യ കലാപം വയനാട്ടിൽ വെച്ച് നടന്നു. പഹാരിയ കലാപമുണ്ട്, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം. ഇവയൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്ര കലാപങ്ങളാണ്. പോരാട്ടത്തിൻ്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ
പോളിഗർമാരെയും ബാധിച്ചു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാർ, അവരറിയപ്പെട്ടിരുന്ന പേരാണ് പോളിഗർമാർ. ഈ പോളിഗർമാർ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായിരുന്നു. അവരെയും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ബാധിച്ചു. എന്താ പോളിഗർ എന്നിവിടെ തന്നിട്ടുണ്ട്. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പോൾ പോളിഗർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ്. ഏതിൻ്റെയാ? പാളയക്കാർ എന്ന തമിഴ് പദത്തിൻ്റെ ഇംഗ്ലീഷ് പദമാണ് പോളിഗർ എന്ന് പറയുന്നത്. പാളയം അഥവാ സൈനിക താവളം എന്നാണ് ഇതിനർത്ഥം. പോളിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാളയം അല്ലെങ്കിൽ സൈനിക താവളം. പോളിഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തമിഴ് വാക്കാണ് പാളയക്കാർ. പോളിഗർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പദമാണ്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അദ്ദേഹം എവിടെയാണ്? തിരുനെൽവേലിയിലാണ് സ്വദേശം. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചി, ഗ്രാമത്തിൻ്റെ പേരാണ് പാഞ്ചാലം കുറിച്ചി. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്നു, അതായത് സൈനിക തലവനായിരുന്ന ആര്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അതുപോലെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാർ, രണ്ടുപേരുണ്ട്, മരുത് പാണ്ഡ്യ സഹോദരന്മാരും. ഇവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കട്ടബൊമ്മൻ എങ്ങനെയായിരുന്നു? ജനങ്ങളോടൊക്കെ ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമുള്ള ആളാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് പോളിഗർ എന്ത് ചെയ്യണം? നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അത് ഇവരുടെ ജോലിയാണ്. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. അപ്പോൾ പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി, പക്ഷേ കട്ടബൊമ്മൻ എന്ത് ചെയ്തില്ല? ഈ പോളിഗറായ കട്ടബൊമ്മൻ ആളുകളിൽ നിന്ന് നികുതി പിരിക്കാൻ തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. ഇങ്ങനെ വന്നപ്പോൾ നിലവിലുള്ള നികുതിയേക്കാൾ കൂടുതൽ നികുതി വർദ്ധിപ്പിച്ചു. എന്നിട്ട് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തവരായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. അപ്പോൾ ചിലർ എന്ത് ചെയ്തു? നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രു ആക്കിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നികുതി പിരിവ് വർദ്ധിച്ചപ്പോൾ കട്ടബൊമ്മൻ അതിനെ ചോദ്യം ചെയ്തു. അത് ബ്രിട്ടീഷുകാരെ ആര് ശത്രുവായി? കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാരുടെ ശത്രുവായി. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മരുത് പാണ്ഡ്യ സഹോദരന്മാരും അതുപോലെ ശിവഗംഗയിലെ പോളിഗർമാരാണ് ഈ മരുത് പാണ്ഡ്യ സഹോദരന്മാർ. തിരുനെൽവേലിയിലെ പോളിഗറാണ് നമ്മുടെ കട്ടബൊമ്മൻ. ഇവർ ഇരു കൂട്ടരും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവരാണ്. ഇനി നമ്മൾ പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ഇനി ഇതിനെതിരെ ഒന്നുകൂടി ഉണ്ട്, വെല്ലൂർ കലാപം. സൈഡിലൊരു ബോക്സിൽ തന്നിട്ടുണ്ട്, അത് തന്നിട്ട് നമുക്ക് ആറ്റിങ്ങൽ കലാപത്തിലോട്ട് പോകാം. ഇതാണ് വെല്ലൂർ കലാപ സ്മാരകം എന്ന് പറയുന്നത്. വെല്ലൂർ കലാപ സ്മാരകം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സൈനിക കലാപം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം? തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. വെല്ലൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. വെല്ലൂർ കലാപം നടന്നത് തമിഴ്നാട്ടിലാണ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാ? ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? വെല്ലൂരിലെ സൈനികരുടെ വേഷവിധാനത്തിൽ മാറ്റം വരുത്തി. ഈ മാറ്റമാണ് എന്തിന് കാരണമായത്? കലാപത്തിന് കാരണമായത്. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി.
അപ്പോൾ 1806 ഈ വെല്ലൂർ കലാപം ഉണ്ടാകുന്നത്. നോട്ട് ദ പോയിന്റ്, ഈ ഡേറ്റ് കുറിച്ച് വയ്ക്കുക. 1806 വെല്ലൂർ കലാപം നടക്കുന്നത്. ഈ വെല്ലൂർ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള കലാപങ്ങൾക്ക്, ഈ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. ഇനി ഇവിടെ നമ്മൾ ആറ്റിങ്ങൽ കലാപമാണ് പഠിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമെന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഭാഗമായി ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140ഓളം വരുന്ന ബ്രിട്ടീഷുകാരെ ആറ്റിങ്ങൽ റാണിക്ക്, ബ്രിട്ടീഷുകാരടങ്ങുന്ന ആ സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടത്തെ ആളുകൾ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ എന്ത് ചെയ്തു? അവരെ ആക്രമിച്ചു വധിച്ചു. അതുപോലെ 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ പ്രക്ഷോഭമാണ് ഏത്? നമ്മുടെ ആറ്റിങ്ങൽ കലാപം 1721. ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെല്ലമ്മ. അപ്പോൾ റാണി ചെന്നമ്മയാണ്, ചെല്ലമ്മയല്ല, ചെന്നമ്മ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നയങ്ങൾക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയാണ് ആര്? കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. അപ്പോൾ കിട്ടൂർ എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു നാട്ടുരാജ്യമാണ് കിട്ടൂർ. ഇവരെന്ത് ചെയ്തു? മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമാണ് കിട്ടൂർ. ഈ കിട്ടൂർ ഭരണം നടത്തിയിരുന്നതാണ് കിട്ടൂർ റാണി ചെന്നമ്മ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ കാര്യം, ആംഗ്ലോ മറാത്ത യുദ്ധത്തിൻ്റെ കാര്യവും ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ കാര്യവും ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാര്യവും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചപ്പോൾ 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുന്നു. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു? കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അപ്പോൾ ഈ സമയത്ത് കിട്ടൂരിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരാൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ശിവലിംഗ രുദ്രദേശായി മരണപ്പെടുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വിധവയായ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ എന്ത് ചെയ്യുന്നു? ഒരാൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിനെ എന്ത് ചെയ്തു?
തടഞ്ഞു. ആ ദത്തെടുക്കലിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ ഈ റാണി ചെന്നമ്മ എന്ത് ചെയ്തു? മരണപ്പെട്ടു 1829. അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടൂർ റാണി ചെല്ലമ്മയുടെ ആ ഒരു കഥ എന്ന് പറയുന്നത്. അതായത് സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മൾ പറയണം. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കലാപങ്ങൾ പഠിച്ചു. കാർഷിക കലാപങ്ങൾ, സന്യാസി ഫക്കീർ കലാപം, മുണ്ട കലാപം, ഗോത്ര കലാപങ്ങൾ പഠിച്ചു. മുണ്ട കലാപം പഠിച്ചു, സന്താൽ കലാപം പഠിച്ചു, പോളിഗർ കലാപം പഠിച്ചു, കിട്ടൂർ കലാപം പഠിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് കലാപങ്ങൾ, ആറ്റിങ്ങൽ കലാപം പഠിച്ചു. ജനകീയ കലാപം വരുമ്പോൾ ആറ്റിങ്ങൽ കലാപം നമുക്ക് പറയാം. പിന്നെ വെല്ലൂർ ലഹളയുണ്ട്. അങ്ങനെ ഒരുപാട് കലാപങ്ങൾ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. ഇനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് എന്താണെന്ന് നോക്കാം. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവച്ച് തുടങ്ങിയത്. കൻവർ സിംഗിൻ്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. എത്ര ധൈര്യമുള്ള മനുഷ്യനല്ലേ. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? വേറൊന്നുമില്ല, ഇത് KSICL ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പം എന്താ, 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അപ്പോൾ 1857 കലാപം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കലാപമാണ് 1857 കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാപത്തിലെ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചരിത്രകാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു 1857 കലാപം. അതായത് എല്ലാവരും ഈ കലാപത്തിൽ പങ്കെടുത്തു. ഒട്ടുമുക്കാൽ ഭാഗം പേരും പങ്കെടുത്ത കലാപമായിരുന്നു ഏത്? 1857 വിപ്ലവം എന്ന് പറയുന്നത്. വിവിധ ജനവിഭാഗങ്ങളെ ഈ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിവിധ ജനവിഭാഗങ്ങൾ ഈ കലാപത്തിൽ പങ്കെടുത്തത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇപ്പോൾ ബ്രിട്ടീഷുകാർ പല തരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കിയെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ, ദത്താവകാശ നിരോധന നയം ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതൊക്കെ എന്തിനു കാരണമായി? 1857 വിപ്ലവത്തിനെതിരെ തിരിയുന്നതിന്, സാധാരണക്കാർ മുതൽ മറ്റ് ആളുകൾ വരെ തിരിയുന്നതിന് കാരണമായി. ഇനി എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറലായിരുന്ന
വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാ? വെല്ലസ്ലി പ്രഭു ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭുവാണ് എന്ത് ചെയ്തത്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്? ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. എന്തൊക്കെയാണത്? ഒന്നാമത്തേത്, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന ഒരു നാട്ടുരാജാവ് എന്ത് ചെയ്യണം? കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി എന്ത് ചെയ്യണം? പാർപ്പിക്കണം. ഇനി രണ്ടാമത്തെ എന്താണ്? കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് വഹിക്കണം. ചുരുക്കം പറഞ്ഞാൽ സൈനിക സഖ്യത്തിൽ ഈ കമ്പനിയുടെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യങ്ങൾക്ക് മുഴുവൻ ചെലവും ആര് നൽകണം? ഈ പറയുന്ന നാട്ടുരാജാവ് നൽകണം. അപ്പോൾ കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് എന്ത് ചെയ്യണം? വഹിക്കണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പനി അനുവദിച്ചാൽ മാത്രമേ സഖ്യത്തിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. അപ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് എന്ത് ചെയ്യാൻ പാടില്ല? നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. അപ്പോൾ ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ ഈ സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് എന്ത് ചെയ്യണം? അവരുടെ രാജ്യത്ത് താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ലംഘിച്ചാൽ എന്ത് ചെയ്യാം? ഈ നാട്ടുരാജ്യത്തെ ആർക്ക് പിടിച്ചെടുക്കാൻ പറ്റും? ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ദത്താവകാശ നിരോധന നിയമമാണ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. എന്താണ്? ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ ആൺകുട്ടികളില്ല, ആൺകുട്ടികൾ എന്ത് ചെയ്തു? പിന്തുടർച്ചയ്ക്ക് ആൺകുട്ടികളില്ല, ആ രാജ്യത്തെ രാജാവ് മരണപ്പെട്ടു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? രാജാവ് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൺമക്കളില്ലാതെ മരിച്ചാൽ എന്ത് ചെയ്യാം? മറ്റൊരു കുടുംബത്തിൽ നിന്ന് അവർക്കൊരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കാം. ആ ഒരു സമ്പ്രദായമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അപ്പോൾ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൌസി പ്രഭുവാണ്. അപ്പോൾ ഈ ഒരു നിയമം വന്നപ്പോൾ എന്ത് ചെയ്തു? ദത്തെടുക്കാനുള്ള ആ രാജാവിൻ്റെ അധികാരം, അല്ലെങ്കിൽ ആ ഒരു അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അതാണ് എന്ത് ചെയ്തത്? ഈ ദത്താവകാശ നിരോധന നയത്തിലൂടെ ഡെൽഹൌസി കൊണ്ടുവന്നത്. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ രണ്ട് നിയമങ്ങൾ, ദത്താവകാശ നിരോധന നിയമം വന്നപ്പോഴും അതുപോലെ സൈനിക സഹായ വ്യവസ്ഥ വന്നപ്പോഴും എന്ത് ചെയ്തു? ഒരുപാട് രാജ്യങ്ങളെ, നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ അല്ലെങ്കിൽ ഔദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ദുർഭരണം ആരോപിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഔദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം എവിടോട്ട് കൂട്ടിച്ചേർത്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു
1857 കലാപത്തിൻ്റെ മറ്റൊരു കാരണം. അപ്പോൾ 1857 കലാപങ്ങൾക്കുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദത്താവകാശ നിരോധന നിയമം, അതുപോലെ സൈനിക സഹായ വ്യവസ്ഥ. ഇപ്പോൾ ഇത് എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി, ഇതൊക്കെ 1857 കലാപത്തിൻ്റെ കാരണങ്ങളാണ്. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നു ആര്, നമ്മുടെ ഇന്ത്യൻ സൈനികർ. പക്ഷേ അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് കുറഞ്ഞ വേതനം, മോശം ഭക്ഷണം, താമസ സൗകര്യം വളരെ മോശം, അങ്ങനെയാണ് ഇവർക്ക് നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഈ കാരണങ്ങളാൽ, അതായത് നല്ല ഭക്ഷണമില്ല, താമസ സൗകര്യമില്ല, അതുപോലെ വേതനമില്ല, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. അപ്പം ഇത് വെടിയുണ്ട ഉതിർക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. അപ്പോൾ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ കൊടുത്തു. ആ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ കവർ കടിച്ച് കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി. അപ്പം ഇതിനിടയിൽ എന്ത് ചെയ്തു, ഈ ഒരു കൊഴുപ്പിൽ, ഈ ഒരു കടിച്ചു കീറുന്ന ഈ ഒരു കൊഴുപ്പിൽ പുരട്ടിയിരിക്കുന്നത് പന്നിയുടെയും അതുപോലെ പശുവിൻ്റെയും കൊഴുപ്പാണ് എന്നൊരു പ്രചരണം അതിനിടയിൽ അവർക്കിടയിൽ എന്ത് ചെയ്തു, പ്രചരിക്കുകയുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബാരക്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. അപ്പം ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വന്ന ആദ്യത്തെ ആളാണ് ആര്, നമ്മുടെ ഈ കാണുന്ന മംഗൾ പാണ്ഡെ. അപ്പം മംഗൾ പാണ്ഡെ ബാരക്പൂറിലെ സൈനികനായിരുന്നു. ആര്, മംഗൾ പാണ്ഡെ. അങ്ങനെ എന്ത് ചെയ്തു, തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പോൾ ഈ തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നതിനെ എതിർത്തുകൊണ്ട് ആര് രംഗത്തേക്ക് വന്നു, മംഗൾ പാണ്ഡെ രംഗത്തേക്ക് വന്നു. അപ്പം ഇതിനെതിരെ പ്രതിഷേധിച്ച മംഗൾ പാണ്ഡെയെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റി. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. അപ്പോൾ 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ മംഗൾ പാണ്ഡെയെ വധിച്ചു. ആ വധിച്ചതിനെ തുടർന്ന് എല്ലാ ഇന്ത്യക്കാരായ സൈനികരെല്ലാവരും കൂടി എന്ത് ചെയ്തു, സംഘടിച്ചു. അവർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്തു, ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇവർ മാത്രമല്ല, സൈനികർ മാത്രമല്ല, മറിച്ച് ആരൊക്കെയാണ്, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ, ഒന്നുകിൽ ദത്താവകാശ നിരോധന നിയമപ്രകാരം, അതല്ലാന്നുണ്ടെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരമൊക്കെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ നാട്ടുരാജാക്കന്മാരും ഒക്കെ ഇവരോടൊപ്പം കൂടി. പിന്നെ ആരുണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളെ, കർഷകര്, മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. അപ്പോൾ പല തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു, കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. പക്ഷെ ബ്രിട്ടീഷുകാർ വിട്ടുകൊടുത്തില്ല, എന്ത് ചെയ്തു, ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നു. നിരവധി ഇന്ത്യക്കാർ എന്ത് ചെയ്തു, മരിച്ചു. വളരെ പേരെ പീരങ്കി ഉണ്ടക്കി ഇരയാക്കി. അപ്പോൾ പീരങ്കിക്ക് ഇരയാക്കി കുറേ പേരെ അങ്ങനെ എന്ത് ചെയ്തു,
അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി. അപ്പൊ ബ്രിട്ടീഷുകാർ വളരെ ക്രൂരതയാണ് ചെയ്തത്. അനേകം പേരെ എന്ത് ചെയ്തു? മരക്കൊമ്പുകളിൽ, വഴിയോര കൊമ്പുകളിൽ, അതായത് ആളുകൾ കാണത്തക്ക രീതിയിൽ എന്ത് ചെയ്തു? തല കീഴായി കെട്ടിത്തൂക്കി. അവതിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. അപ്പൊ അവതിൽ കൊല്ലപ്പെട്ടവരിൽ 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേരും ആരാ? സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യയിലെ വിവിധ ആളുകൾ സംഘടിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ അവരെന്ത് ചെയ്തു? പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. അപ്പൊ കലാപം ഇല്ലാത്ത സ്ഥലങ്ങളിലും എന്ത് ചെയ്തു? സാധാരണക്കാര് ഈ കലാപകാരികളെ പിന്തുണച്ചു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അപ്പൊ ഈ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. കൺവർ സിംഗിന്റെ കഥ നിങ്ങൾ വായിച്ചല്ലോ. ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അവരിൽ ചിലരെ താഴെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആരൊക്കെയെന്ന് നോക്കാം. ഇപ്പൊ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ. അപ്പോൾ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി ഈ കലാപത്തിന്റെ സവിശേഷത എന്താണ്? ഡൽഹിയിൽ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ആരെ പ്രഖ്യാപിച്ചു? നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിച്ചു. അപ്പോൾ കലാപകാരികൾ എന്ത് ചെയ്തു? ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ ഈ ബഹദൂർ ഷാ രണ്ടാമനെ എങ്ങോട്ട് നാടുകടത്തി? റങ്കൂണിലേക്ക് നാടുകടത്തി. അപ്പൊ കലാപത്തിന് നേതൃത്വം നൽകിയവര് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. എന്നാൽ വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ എങ്ങോട്ട് നാടുകടത്തി? റങ്കൂണിലേക്ക് നാടുകടത്തി. ഇനി ജനറൽ ഭക്ത് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിലോ, നമ്മൾ പറഞ്ഞതുപോലെ ഡൽഹിയിലാണ് അദ്ദേഹം കലാപത്തിന് നേതൃത്വം നൽകിയത്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലായിരുന്നു. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈന്യത്തിൻ്റെ ജനറലായിരുന്നു ആര്? ഈ ജനറൽ ഭക്ത് ഖാൻ എന്ന് പറയുന്നത്. ഇനി ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായിയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിഭായി. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിഭായി. ഇനി കാൺപൂരിൽ വരുമ്പോൾ നാനാ സാഹിബും താന്തിയ തോപ്പിയും, കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് എന്ത് ചെയ്തത്? കലാപത്തിന് നേതൃത്വം നൽകിയത്. നാനാ സാഹിബ് മറാത്തയിലെ ഭരണാധികാരിയായിരുന്നു. താന്തിയ തോപ്പിയാണെങ്കിലോ നാനാ സാഹിബിൻ്റെ സൈന്യ തലവനായിരുന്നു. നാനാ സാഹിബിൻ്റെ സൈന്യ തലവനാണ് താന്തിയ തോപ്പി. ഇനി താന്തിയ തോപ്പിയുടെ പ്രത്യേകത എന്താണ്? ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് ഈ താന്തിയ തോപ്പിയാണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു ആരാ? താന്തിയ തോപ്പി. ഇനി നമ്മൾ അടുത്ത് ബീഹാറിലെ ആര എന്ന് പറയുന്ന സ്ഥലം. ബീഹാറിലെ ആര. ബീഹാറിൽ ആരാ? കൺവർ സിംഗ്. ബീഹാറിൽ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കൺവർ സിംഗ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അതുപോലെ ഇതിൻ്റെ സവിശേഷത എന്താണ്? അതുപോലെ കൺവർ സിംഗിന് ലക്നൗ നമ്മൾ പറഞ്ഞില്ല. ലക്നൗവിലുണ്ട്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൗവിൽ ഈ ഒരു 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. അതുപോലെ ബീഹാറിലെ ആര എന്ന് പറയുന്ന സ്ഥലത്ത് കൺവർ സിംഗ് ആണ്. അദ്ദേഹം ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൺവർ സിംഗ്. കൺവർ സിംഗ് ആരായിരുന്നു? ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൺവർ സിംഗ്. 1857 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. അപ്പോൾ 1857 കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് അസംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. 1857 കലാപത്തിന് എന്തുണ്ടായിരുന്നില്ല? അസംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല.
കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കലാപം പരാജയപ്പെടുന്നതിനുള്ള കാരണങ്ങൾ. എന്തൊക്കെയാ? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് നമ്മൾ പറഞ്ഞു. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടക മികവും ആർക്കുണ്ട്? കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം എന്ത് ചെയ്തു? കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തെല്ലാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തേത്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അപ്പോൾ 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലൊന്നാമത്തേത് എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പോൾ ഭരണം ആരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി? ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. അപ്പോൾ ഗവർണർ ജനറൽ എന്ന പദവി പോയിട്ട് അവിടെ എന്ത് വന്നു? വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. അപ്പം ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് പ്രചോദനമായി. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് നമുക്കൊരു കോളത്തിൽ തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. 1857 കലാപം സിനിമയും സാഹിത്യവും. അപ്പോൾ 1857 കലാപം സിനിമയും സാഹിത്യവും നമുക്ക് നോക്കാം. മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൺ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പോൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. ഇത് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇത് ആരുടേതാണ്, ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ ഏതാ? മോഹൻ സിൻഹയുടെ 1857 എന്ന പേരിൽ മോഹൻ സിൻഹ എന്ത് ചെയ്തു? ഒരു സിനിമ സംവിധാനം ചെയ്തു. ഇനി കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അപ്പോൾ കേതൻ മെഹ്തയുടേതാണ് ഏത്? മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൺ ഓഫ് ഝാൻസി. അപ്പോൾ ക്രിഷ് ജഗർലമുഡി സംവിധാനം ചെയ്ത മണികർണിക ദ ക്യൂൺ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ ഈ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടവയാണ്. ഇനി മഹാശ്വേതാ ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. അപ്പോൾ 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട മഹാശ്വേതാ ദേവിയുടെ രചന ഏതാണ്? ഝാൻസി റാണി എന്നതാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതി? ഏത് നോവലാ? അമൃതം തേടി. 1857 വിപ്ലവം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ നോവലാണ് അമൃതം തേടി. 1857 കലാപ പശ്ചാത്തലമാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അന്ത്യഭാഗത്തേക്ക് കടക്കുകയാണ്. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. അപ്പോൾ ഇനി ഇതിലെ കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പോർച്ചുഗീസുകാർക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിച്ച വിദേശികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ
അവരുടെ യാത്രാമാർഗങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി ഒരു പതിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം പോർച്ചുഗീസുകാർക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിച്ചത്, ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിച്ച അറബികളായിരുന്നു. പിന്നെ ചൈനീസ്, റോം, അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, ഇവിടെ നിന്നൊക്കെ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കർഷക, ഗോത്ര, വനിതാ മുന്നേറ്റങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ലേഖനം തയ്യാറാക്കാൻ. ഇതൊക്കെ കുട്ടികൾക്കുള്ള വർക്കുകളാണ്. അതുപോലെ 1857 കലാപകേന്ദ്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരെയും ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെൻ്ററിക്ക് ഒരു തിരക്കഥ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ആ ഒരു വർക്കുകളാണത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ, ഇനിയും നന്നാക്കണമെങ്കിൽ അങ്ങനെ, എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. നമ്മൾ അതനുസരിച്ചാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി വേറെ ഏതൊക്കെ രീതിയിൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ട് പറഞ്ഞു നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പരിഗണിക്കും. എല്ലാം പരിഗണിച്ച് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്